നമസ്കാരം. ട്രംപ് ഭരണത്തിന്റെ കടുത്ത ശിക്ഷാ നയവും സാമ്പത്തിക ഉപരോധങ്ങളും അമേരിക്കയുടെ ഭൗതികവും യുദ്ധാത്മക സമീപനങ്ങളും ലോക രാഷ്ട്രീയ നിരീക്ഷകങ്ങളെ തന്നെ ക്രമരഹിതത്തിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നു. ഇക്കാര്യങ്ങൾ വെനസ്വേലയുടെയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെയും സ്വാതന്ത്ര്യത്തിലും ജനാധിപത്യ അവകാശങ്ങളിലും സമ്പദ് വ്യവസ്ഥയിലും ഉണ്ടാക്കുന്ന പ്രതിസന്ധി മാത്രമല്ല, സാമൂഹ്യ രാഷ്ട്രാന്തര നിയമത്തിന്റെ നിഗൂഢതയുടെയും തർക്കങ്ങളുടെയും ഭീകരതയിലേക്ക് പോലും നമ്മളെ നയിക്കുന്നുണ്ട്. ട്രംപിന്റെ മുന്നും പിന്നുമില്ലാത്ത നയങ്ങൾ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ആണവ പരീക്ഷണങ്ങളിലേക്ക് തന്നെയാവും ഇനി ലോകത്തെ കൊണ്ടുചെന്നെത്തിക്കുന്നതെന്ന കാര്യം ഏതാണ്ട് ഉറപ്പിച്ചു പറയാൻ കഴിയും. ലോകം മുഴുവൻ ട്രംപിന്റെ നടപടികളും അതിന് ഏത് നിമിഷവും പുടിൻ തുടങ്ങി വെച്ചേക്കാവുന്ന മഹായുദ്ധത്തിലേക്കും ശ്വാസം അടക്കി പിടിച്ച് നോക്കി നിൽക്കുകയാണ്. ലോകം ശ്വാസം അടക്കി പിടിച്ചു നിൽക്കുന്ന ഈ വൻശക്തി പോരാട്ടത്തിനാണ് അറ്റ്ലാന്റിക് സമുദ്രം ഇപ്പോൾ വേദിയാകുന്നത്. അമേരിക്കൻ ഉപരോധം ലംഘിച്ച് വെനസ്വേലയിൽ നിന്ന് എണ്ണയുമായി കടക്കാൻ ശ്രമിച്ച ബെല്ല 1 എന്ന കപ്പലിനെ പിടിച്ചെടുക്കാൻ ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. എന്നാൽ അമേരിക്കൻ സേന കപ്പലിനെ വളഞ്ഞപ്പോൾ കപ്പൽ ജീവനക്കാർ കപ്പലിന്റെ വശത്ത് റഷ്യൻ പതാക പെയിന്റ് ചെയ്യുകയും തങ്ങൾ റഷ്യയുടെ സംരക്ഷണത്തിലാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ കളി മാറി. അമേരിക്കൻ കോസ്റ്റ് ഗാർഡിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് റഷ്യ ഈ കപ്പലിനെ തങ്ങളുടെ ഔദ്യോഗിക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. മാരിനേര എന്ന പുതിയ പേരിട്ട കപ്പലിന് സോച്ചിയയിലാണ് ഹോം പോർട്ട് അനുവദിച്ചിരിക്കുന്നത്. തങ്ങളുടെ പതാക വെച്ച കപ്പലിനെ തൊടാൻ അമേരിക്കയെ അനുവദിക്കില്ല എന്ന് പുടിൻ വ്യക്തമാക്കിയതോടെ അറ്റ്ലാന്റിക്കിൽ വൻ സംഘർഷാവസ്ഥയാണ് നിലനിൽക്കുന്നത്. അയർലൻഡ് തീരത്തിന് 500 മൈൽ അകലെ വെച്ചാണ് ഇപ്പോൾ ഈ നാടകീയമായ വേട്ട നടക്കുന്നത്. കപ്പലിനെ വിട്ടുകൊടുക്കാൻ ഭാവമില്ലാത്ത ട്രംപ് ഭരണകൂടം തങ്ങളുടെ ആധുനിക യുദ്ധവിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും രംഗത്തിറക്കി കഴിഞ്ഞു. ബ്രിട്ടനിലെ RAF മിൽഡൺ ഹാളിൽ നിന്നും ഫെയർഫോർഡിൽ നിന്നും പുറപ്പെട്ട US നിരീക്ഷണ വിമാനങ്ങളും ചിനൂക്ക് ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളും കപ്പലിനെ നിരന്തരം പിന്തുടരുകയാണ്. കപ്പലിനെ മുക്കാനല്ല, മറിച്ച് കടലിൽ വെച്ച് തന്നെ സൈനിക നീക്കത്തിലൂടെ പിടിച്ചെടുക്കാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. നിക്കോളാസ് മഡൂറോയെ തടവിലാക്കിയതിനു പിന്നാലെ വെനസ്വേലയിലേക്കും പുറത്തേക്കുമുള്ള എല്ലാ എണ്ണക്കപ്പലുകൾക്കും ട്രംപ് സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇത് മറികടക്കാൻ 16ഓളം വമ്പൻ ടാങ്കറുകൾ ഡാർക്ക് മോഡിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. മഡൂറോയുടെ പിൻഗാമി ഡെൽസി റോഡ്രിഗസ് ഇതിനെ കടൽക്കൊള്ള എന്നാണ് വിശേഷിപ്പിച്ചത്. അമേരിക്കൻ നാവികസേനയെ കബളിപ്പിക്കാൻ കപ്പലുകൾ വ്യാജ ലൊക്കേഷൻ സിഗ്നലുകൾ നൽകുന്നതും റിപ്പോർട്ടുകളുണ്ട്. റഷ്യയുടെ നയതന്ത്ര ആവശ്യങ്ങളെ തള്ളിക്കൊണ്ട് കപ്പൽ പിടിച്ചെടുക്കാൻ ട്രംപ് സൈന്യത്തിന് പച്ചക്കൊടി നൽകിയാൽ അത് റഷ്യയുമായുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് നയിച്ചേക്കാം. കപ്പലിനകത്ത് വെനസ്വേലൻ സൈനികർ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. എന്താണെങ്കിലും കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലാണെങ്കിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള മുഴുവൻ രാജ്യങ്ങൾക്കും ഇനി കടുത്ത ആശങ്കയാണ് വരാനിരിക്കുന്നത്.